സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രം, അതിന്റെ ദശാനാഥന്മാരെ കാര്യവും അതിന്റെ ഫലങ്ങളുമാണ് പറയാൻ പോകുന്നത്. ആയില്യത്തിൽ നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സർപ്പരാജാവിനെയാണ് ഓർമ്മ വരുന്നത്. ആയില്യം നക്ഷത്രത്തെ പറ്റി പറയാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുന്നത് തന്നെ വലിയ നേട്ടവും ഭാഗ്യവുമാകുന്നു. ആയില്യം നക്ഷത്രം മേടം മുതൽ കൂട്ടുമ്പോൾ നാലാമത്തെ കൂറ്, അതായത് കർക്കിടകം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നതും വേഴന്റെ ഉച്ചരാശിയുമാണ്. ഇവർ പൊതുവെ നിയമത്തെ ഭയക്കുന്നവരും നിയമത്തെ മാത്രം ആശ്രയിച്ച് കൈകാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു ഉദ്യോഗസ്ഥ ലെവലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലോ ഏൽപ്പിച്ചാൽ അവർ വളരെ റൂളും നിയമവും പ്രകാരം മാത്രമേ അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. അതുപോലെ തന്നെ പുരുഷന്മാരും. അപ്പൊ നിയമത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രം അസുരഗണവും അതിന്റെ ദേവത സർപ്പരാജാവുമാകുന്നു. സർപ്പവുമായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മുടെ ഭൂമിയിൽ നാം കാണപ്പെടുന്ന കൺകണ്ട ദൈവമാണല്ലോ സർപ്പം. അപ്പൊ സർപ്പരാജാവ് ഒരു ഗുണഗണങ്ങൾ ഒരുപക്ഷെ ഇതിനുണ്ടെന്നാണ് നമ്മളുടെ അനുഭവങ്ങളിൽ കാണിക്കുന്നത്. സത്യസന്ധരും ബുദ്ധിമാന്മാരും ത്യാഗികളും ക്ഷമാശീലമുള്ളവരും കുടുംബസ്നേഹികളും കുടുംബത്തെ സ്നേഹിക്കുന്നവരും സന്താനത്തെ സ്നേഹിക്കുന്നവരും ഭർത്താവിനെ സ്നേഹിക്കുന്നവരും പുരുഷനാണെങ്കിൽ തിരിച്ചും ആകാം. ഇവർ ധനം ദൂർത്തടിക്കുകയില്ല. ധനം വളരെ സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ. ഇവർക്ക് പ്രത്യേകിച്ച ഒരു ഭാഗ്യം എന്ന് പറയുന്നത് വിദേശത്ത് പോകാനുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകും. സാങ്കേതിക വിദ്യകൾ പഠിക്കുന്നവരായിരിക്കും. അല്പം മുൻകോപം അസുരഗണമായതുകൊണ്ട് അല്പം മുൻകോപം കാണിക്കുമെങ്കിലും അവരെ നിസ്സാരമാറ്റി നമുക്ക് സ്നേഹിച്ച് അവരെ നമ്മളെ വഴിയിൽ കൊണ്ടുവരാൻ സാധിക്കും. 4 പാദങ്ങളുള്ള നക്ഷത്രമാണിത്. 1-ാം പാദത്തിൽ ജനിച്ചാൽ ദോഷമില്ല. 2-ാം പാദത്തിൽ ജനിച്ചാൽ താൽക്കാലികമായി കുടുംബത്തിന് സാമ്പത്തിക ദുരിതങ്ങൾ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. 3-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്ക് അല്പ അരിഷ്ടതകളും രോഗദുരിതങ്ങളും. 4-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛന് ചെറിയ ദുരിതങ്ങൾ, ചിലപ്പോൾ അച്ഛൻ തൊഴിൽ സംബന്ധമായോ മറ്റു കാര്യങ്ങൾക്ക് വിദേശത്തൊക്കെ പോകും. അങ്ങനെ 4-ാം പാദം ആയില്യത്തിന്റെ ഗണ്ടാന്തത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അശ്വതി മകം മൂലം അതിന്റെ തുടക്കം ഗണ്ടാന്തവും ആയില്യം രേവതി തൃക്കേട്ട ഇതിന്റെ അവസാന പാദം ഗണ്ടാന്തം എന്നാണ് ആചാര്യൻ സങ്കല്പിച്ചിട്ടുള്ളത്. ഏത് കാര്യം ഇവരെ ഏൽപ്പിച്ചാലും വളരെ ഭക്തിയോടും വിനയത്തോടു കൂടി ഇവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഒരുപാട് കലാകാരന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സംഘാടകരുണ്ട്, നിയമജ്ഞരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇങ്ങനെ പല സമൂഹത്തിന്റെ പല മേഖലകളിൽ സഞ്ചരിക്കുന്നവരാണ് ആയില്യ നക്ഷത്ര ജാതകർ. ആയില്യ നക്ഷത്ര ജാതകരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലർക്ക് വലിയ നെറ്റിയായിരിക്കും, ചിലർക്ക് ചെറിയ നെറ്റിയും കാണുന്നു. അതുപോലെ തന്നെ ആയില്യ നക്ഷത്രം ജാതകർക്ക് വേറൊരു പ്രത്യേകതയുള്ളത് സ്നേഹവും ത്യാഗവും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അമിതമായ സ്നേഹവും കാണിക്കും. പിശുമ്പ് സ്വഭാവം ചിലർ കാണിക്കാറുണ്ട്. എന്നാലും അത് കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചിലർ പറയും ആയില്യ നക്ഷത്രത്തിൽ പറഞ്ഞാൽ അടുത്തുള്ളവർക്കൊക്കെ ദോഷം. അത് ശാസ്ത്രപരമായി ഇതുവരെ തെളിയിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദോഷം നമുക്ക് ശാസ്ത്രപരമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ദോഷമില്ല എന്ന് സങ്കല്പിക്കാം. പിന്നെ ഇവർ ബുധദശയിലാണ് ജന്മം. ബുധൻ 17 കൊല്ലമാണ്. നമുക്കൊരു 10 കൊല്ലം എടുക്കാം. ഈ കാലഘട്ടത്തിൽ 2.5-3 വയസ്സ് വരെ ഇവർക്ക് നരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, പനി, ചുമ ഇതെല്ലാം ഉണ്ടാകും. 3.5-ക്ക് ശേഷം വിദ്യാരംഭവും 4, 5, 7, 9, 10 ഈ കാലങ്ങളിൽ കുടുംബത്തിന് കീർത്തിയും ശ്രേയസ്സും
ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുപോലെ പഠനത്തിനും നന്നായിരിക്കും. ചിലപ്പോൾ മാതാവിനും പിതാവിനും തൊഴിലില്ല എങ്കിൽ ഈ ഈ ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ഏത് കുഞ്ഞ് ജനിച്ചിരുന്നാലും അവരെ ദശ ബുധന്റെ നാഥനായതുകൊണ്ട് ഇവർക്ക് ജോലി കിട്ടാം, അല്ലെങ്കിൽ വിദേശത്ത് പോവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് ധനം സമ്പാദിക്കാം. അടുത്ത് ഈ ദശയുടെ സള്ള അനുഭവസിദ്ധിക്ക് വേണ്ടി മഹാവിഷ്ണുവിന് പാൽപായസവും ഹനുമാന് വടമാലയും ഗണപതിക്ക് അർച്ചനകളും നടത്തിക്കൊള്ളേണ്ടതാകുന്നു. അടുത്ത ദശ കേതു ദശ, 7 കൊല്ലം. കേതുവിന് അല്പ വിഷാംശമുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. കേതു ദശ കേൾക്കുമ്പം 10, 7, 17 വയസ്സും ശിഷ്ടവും നമുക്ക് ജന്മശിഷ്ടം പോലെ എടുക്കാം. 17 വയസ്സ് വരെ ഇവർക്ക് ത്വക്ക് രോഗങ്ങൾ, ചിലർക്ക് കണ്ഠരോഗങ്ങൾ, ചിലർക്ക് മുടി കൊഴിച്ചിൽ, ജലദോഷം ഇവയെല്ലാം ഉണ്ടാകും. 15, 17 ഈ കാലങ്ങളിൽ ഇവർക്ക് പഠനത്തിന് ചെറിയ തടസ്സങ്ങൾ വരും. മാതാപിതാക്കൾക്ക് ഇവരോട് ദേഷ്യം ചിലപ്പം കൂടും. എന്നിരുന്നാലും അവർ പിന്നെ പഠിച്ചോളും. ബുധനാണല്ലോ, ബുധൻ വെള്ളി ജനിക്കുന്നത്. ബുധന് പ്രത്യേക ഒരു ശക്തിയുണ്ട്. പാണ്ഡിത്യത്തിലും അറിവിലും ജ്ഞാനത്തിലും ജന്മനാൽ വരുന്ന ഒരു പ്രത്യേക ശക്തി. അടുത്ത് 17 വയസ്സ് കഴിഞ്ഞ് 20 കൊല്ലം ശുക്രദശ. 17, 20, 37 വരെ ശുക്രദശാകാലം ഇവർക്ക് ശുക്രൻ ഏത് ഭാഗത്ത് നിന്നാലും നല്ല അനുഭവങ്ങളെ തന്നെ പ്രദാനം ചെയ്യും. 18, 19, 21 ഈ കാലങ്ങളിൽ സ്ത്രീകൾക്കാണെങ്കിൽ പഠനവും വിശേഷാൽ അവർക്ക് ഉദ്യോഗയോഗവും കാണുന്നു. 22, 23, 24 ഈ കാലങ്ങളിൽ സ്ത്രീകൾക്ക് വിവാഹത്തിന് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാകുന്നു. പുരുഷനാണെങ്കിൽ 25-ക്കും 26-ക്കും മധ്യ വിവാഹയോഗവും നല്ല തൊഴിൽ യോഗവും ലഭിക്കും. ശേഷം സന്താനം, ഗ്രഹയോഗം, വാഹനം, വസ്ത്രം, പച്ചുകൂത്ത്, സുഖസൗകര്യങ്ങൾ, ആടാഭരണ ലാഭങ്ങൾ എന്നിവയെല്ലാം ഈ ശുക്രദശാകാലത്ത് അവർക്ക് അനുഭവിക്കാം. ശുക്രന്റെ നാഥനായ ഗണപതിയെയും സർപ്പത്തെയും പൂജിക്കുകയും ഒപ്പം തന്നെ യഥാവിധി ദാനധർമാദികൾ നടത്തി ദോഷങ്ങൾ മാറ്റുകയും, ഇന്നത്തെ കാലത്ത് ശുക്രൻ വാഹനകാരകം കൂടെയാണ്. പക്ഷെ എല്ലാവർക്കും വാഹനത്തിനോട് ഭ്രമവും താല്പര്യമുള്ളത് കൊണ്ട് നല്ല വാഹനങ്ങൾ കൈകാര്യം ചെയ്യാനും സന്താനങ്ങളെ കൊണ്ട് മേന്മയും ഇവർക്കുണ്ടാകും. അത് കഴിഞ്ഞാൽ ആദിത്യ ദശ 6 കൊല്ലം. ആദിത്യ ദശയും ഇവർക്ക് പൊതുവെ നന്നായിരിക്കും. ജാതകത്തിൽ നല്ല ഭാഗത്താണെങ്കിൽ ഏറ്റവും ഐശ്വര്യം, അല്ലെങ്കിൽ ചിലർക്ക് ജോലിയിൽ സ്ഥലമാറ്റം, ദൂരയാത്ര ഇവ ഉണ്ടാകുകയും വിട്ട വിദ്യ വീണ്ടും പഠിച്ച് സാങ്കേതിക വിദ്യകളിൽ വിജയവും ബിരുദവും എടുക്കാനുള്ള യോഗഭാഗ്യം കാണുന്നു. ആദിത്യദേവന്, അതായത് സൂര്യഭഗവാനെ നമസ്കരിക്കുകയും പിന്നെ ശിവന് ജലധാര, പിന്നെ ഹനുമാന് വടമാല എന്നിവയെല്ലാം നൽകി ആദിത്യദശയെ നാം പുഷ്ടിപ്പെടുത്തണം. അത് കഴിഞ്ഞാൽ 10 കൊല്ലം ചന്ദ്രദശ. ചന്ദ്രദശാകാലത്ത് മാതൃസൗഖ്യം, മനോസൗഖ്യം, സന്താന സൗഖ്യം ഇങ്ങനെ വളരെ വളരെ സൗഖ്യങ്ങൾ ഇവർക്കുണ്ടാകും. ഉന്നത ജനങ്ങളുമായി ബന്ധവും സന്താനങ്ങളെ പഠനത്തിന് വേണ്ടിയുള്ള ശ്രദ്ധയും കുടുംബസ്നേഹത്തിൽ അധിഷ്ഠതയും ആയിരിക്കും. ഇവർക്ക് ചന്ദ്രദശയിൽ ദേവിയെയും ശിവനെയും പൂജിച്ചു കൊള്ളണം. ദേവിക്ക് കുങ്കുമാർച്ചന, ശിവന് ജലധാര, മൃത്യുഞ്ജയാർച്ചന എന്നിവ നടത്തുക. ചന്ദ്രൻ കഴിഞ്ഞ് അടുത്ത് ചൊവ്വ 7 കൊല്ലം. ഈ ചൊവ്വാദശാകാലത്ത് ഇവർക്ക് ഭൂമിയോഗം, പഴയ ഭൂമി ലാഭം, വീട് വയ്ക്കുന്നതിൽ താല്പര്യം, സന്താനങ്ങൾക്ക് പഠനം, പഠനപുഷ്ടി, പഠനകീർത്തി, അവർക്ക് ഉദ്യോഗാദി വിജയങ്ങൾ എന്നിവയെല്ലാം അനുഭവമാകുന്നു. ചൊവ്വാദശ തുടങ്ങുന്ന കാലത്ത് തുടക്കവും അന്ത്യവും ഏത് ഭാഗത്ത് നിന്നിരുന്നാലും അത് ഒരു ദുർസൂചകമായി നമുക്ക് ഇടവിട്ട് കാണേണ്ടിയിരിക്കുന്നു. കാരണം ചൊവ്വ അഗ്നിഗ്രഹമായതുകൊണ്ട് യാത്ര, പിന്നെ കൊടുക്കൽ വാങ്ങൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക.
അത് കഴിഞ്ഞാൽ 18 കൊല്ലം രാഹുർദശ. സർപ്പദശ 18 കൊല്ലമാണ്. ദേവതയാണല്ലോ ആയില്യത്തിന്റെ. അപ്പോൾ ഈ സർപ്പദശ ഒരിക്കലും ജാതകർക്ക് ഏത് ഭാഗത്ത് നിന്നിരുന്നാലും ആയില്യ നക്ഷത്ര ജാതകർക്ക് സർപ്പദശ വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല. തുടക്കത്തിൽ ത്വക്ക് രോഗം, മാനസിക അസ്വസ്ഥതകൾ, മാനസിക പീഡകൾ, വിദേശവാസം എന്നിവയൊക്കെ ഉണ്ടാകും. എങ്കിലും ഈ ദശാകാലത്ത് അവർക്ക് സമ്പത്തും അവർ ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധിയും വിദേശ സ്വദേശവാസങ്ങളും സന്താനങ്ങൾക്ക് മംഗളകർമ്മങ്ങൾ, പുത്രപൗത്രാദി സൗഖ്യം എന്നിവയെല്ലാം ഈ ദശയിൽ അനുഭവമാകുന്നു. അത് കഴിഞ്ഞാൽ 16 കൊല്ലം വ്യാഴദശ. വ്യാഴൻ ഇവർക്ക് വളരെ പുഷ്ടിയും ഐശ്വര്യവും ധനധാന്യാദി കീർത്തിയും പുത്രപൗത്രാദി സൗഖ്യം, പുതിയ നൂതനമായ ഗ്രഹം എന്നിവയെല്ലാം നൽകപ്പെടും. അത് കഴിഞ്ഞാൽ 19 കൊല്ലം ശനിദശ. ശനിയുടെ തുടക്കം തൊട്ട ദോഷമെങ്കിലും പിന്നീട് നന്നായിരിക്കും. ഈ ദശാകാലത്ത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ഐശ്വര്യങ്ങളും അനുഭവങ്ങളും ഉണ്ടാകും. ഇവരുടെ ഭാഗ്യ നമ്പർ 4, 5 എടുക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ദിവസം ബുധൻ, വ്യാഴം, ശനി നന്നായിരിക്കും. പിന്നെ ഭാഗ്യ ലഗ്നം മരതകക്കല്ല് ധരിക്കുക. അങ്ങനെ ഈ സർപ്പദശയിൽ ഇടവിട്ട് സർപ്പദശയിൽ ഇടവിട്ട് ത്വക്ക് രോഗം, കാലില് ചെറിയ വ്രണങ്ങൾ, ആണിരോഗം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകും. എങ്കിലും പൊതുവെ ആയില്യ നക്ഷത്ര ജാതകർ സത്യസന്ധരും നീതിമാനും ദയാ, ധർമ്മം, പുണ്യം, തപസ് ഇങ്ങനെയുള്ളവരും ആയിരിക്കും. കാണപ്പെട്ട സർപ്പദേവനാണല്ലോ ആയില്യത്തിന്റെ ദേവത. അതുകൊണ്ട് ഗണം അസുരനാണെങ്കിലും ആയതുകൊണ്ട് അല്പ ദേഷ്യം കാണിക്കുമെങ്കിലും വളരെ കാര്യം മനസ്സിലാക്കിയാൽ അവർ നമ്മളോട് കൂട്ടായിട്ട് നിൽക്കും. പിന്നെ ബുധദശയിൽ മരതകവും, കേതുദശയിൽ വൈദ്യുതവും, ശുക്രദശയിൽ വൈരക്കല്ലും, ആദിത്യദശയിൽ ചുവന്ന രത്നവും, ചന്ദ്രദശയിൽ മുത്തും, ചൊവ്വാദശയിൽ പഴവും, രാഹുദശയിൽ ഗോമേതകവും, വ്യാഴദശയിൽ പുഷ്യരാഗവും, ശനിദശയിൽ ഇന്ദ്രനിലവും ധരിക്കുന്നത് ഇവർക്ക് ഉത്തമ ഐശ്വര്യങ്ങളെ തന്നെ നൽകപ്പെടും. പൊതുവെ വലിയ മഹാന്മാരും മഹതികളും ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവരായി കാണപ്പെടുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ആയില്യ നക്ഷത്രത്തിന്റെ ഗുണദോഷങ്ങൾ, ദശാഫലങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നമസ്തേ.